മലബാർ ഭാഷയിൽ പറഞ്ഞ ഇമ്മാരി തള്ളരുതെന്ന് മാത്രമേ എന്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളൂ. വി.ഡി. സതീശൻ ഇന്നലെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലാൻ വന്നു. റഹീം ആ സീറ്റിലിരിക്കുന്നുണ്ടപ്പോ അത് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നലത്തെ ഒരു രസകരമായൊരു പ്രസ്താവന എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ റഹീമിന്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ഭരിച്ച 3 സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടി, ഇവിടെ പാടാതിരുന്നത് ഇടതുപക്ഷത്തിനെ പേടിച്ചിട്ടാണെന്നൊരു കമന്റ് ഇന്നലെ പറഞ്ഞു. മലബാർ ഭാഷയിൽ പറഞ്ഞ ഇമ്മാരി തള്ളരുതെന്ന് മാത്രമേ എന്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളൂ. അതായത് വി.ഡി. സതീശൻ ഇന്നലെ വന്ദേമാതരം പൂർണ്ണമായിട്ട് ചൊല്ലാൻ വന്നു. റഹീം ആ സീറ്റിലിരിക്കുന്നുണ്ടപ്പോ അത് മടക്കി പോക്കറ്റിൽ വെച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാ ഞാൻ പറഞ്ഞു, ഇമ്മാരി മലബാർ ഭാഷയിൽ പറഞ്ഞ ഇമ്മാരി തള്ളരുത് എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഈ കെ മുരളീധരൻ അത് ഈ UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹം ക്യാബിനറ്റിലെ അംഗമാണ്, ആരോഗ്യമന്ത്രിയാണ്, ഒക്കെയാണ്. എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ മുരളീധരനെ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ പദവി കൂടി അദ്ദേഹത്തിന് കൊടുക്കണം, ഒരു അധിക ചുമതല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഭാരമാകുന്നില്ല. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഈ പറയുന്ന ഗവൺമെന്റിന്റെ സ്പോക്ക് പേഴ്സൺ എന്നുള്ള ഒരു ചാർജ് കൂടി അദ്ദേഹത്തിന് കൊടുക്കണം. ഞാനത് പറയുന്നത് ഈ ഒഫീഷ്യൽ കാര്യങ്ങളിൽ പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം മുഖ്യമന്ത്രി വലിയ തിരക്കാണ്, വലിയ ബിസിയാണ്. അപ്പൊ അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസമാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ കണ്ടു. അപ്പോ അദ്ദേഹം വളരെ തിരക്കാണ്. അദ്ദേഹം ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റുള്ള ഗവൺമെന്റിനെതിരെ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും പറയുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറയുന്നത്, ഈ മുരളീധരന് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ പറയണമെന്നല്ല, ഗവൺമെന്റിനെതിരെ വരുന്ന ഒരേ തള്ളുകളുണ്ട്. തള്ളോട് തള്ള് സഖാക്കൾ ഇറങ്ങിയിട്ട് ഇപ്പൊ തള്ളിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം എന്താ, ഇപ്പൊ ലിഫ്റ്റ് ഇല്ല. അപ്പൊ പിണറായി വിജയനെ തള്ളിയാലേ അങ്ങോട്ട് സ്റ്റാർട്ടാവുള്ളൂ. സെൽഫ് ഇല്ലാത്ത വണ്ടിയാണ് പിണറായി വിജയൻ. അപ്പൊ പിണറായി വിജയനെ തള്ളി സ്റ്റാർട്ടാക്കുന്ന പരിപാടി ഈ കൃമികീടങ്ങൾക്കുള്ളത്. അപ്പൊ ആ തള്ളിനെ പ്രതിരോധിക്കാൻ മുരളീധരന് ഈ ഒരു എന്താ പറയേണ്ടത്, ചുമതല അങ്ങോട്ട് നൽകണം എന്നുള്ളതാ. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് ഓരോ തള്ളിനെയും ആ തള്ളുന്ന അതേ ഘട്ടത്തിൽ തന്നെ അതിനെ നിർവീര്യമാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ റെഡിയാണ്. ഞാൻ അങ്ങനെ ബാക്കിയുള്ളവർ മോശക്കാരാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പോ നമ്മളിപ്പോ എന്താ പറയേണ്ടത്, സ്പോണ്ടേനിയസ് ആയിട്ട് ടപ്പ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. മണ്ണാക്ക് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്, അല്ലേ? അശ്ലീലത്തിനൊക്കെ ഒരു വിചാരമുണ്ട്. എന്താ വിചാരം? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അശ്ലീലൊക്കെ പെടാൻ പോവുകയാണ്. എന്താ, ഇപ്പൊ ഡിവൈഎഫ്ഐയില് പ്രായപരിധി ഉണ്ടാക്കാൻ പോവുകയാണെന്നാ ഒന്നാമത് പറഞ്ഞു കേൾക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന രാജ്യസഭാ സീറ്റ്, ആ രാജ്യസഭാ അംഗത്വം അതിന്റെ കാലാവധി അവസാനിക്കാൻ പോവുക. കേരളത്തിൽ നിന്ന് ഒരാളെ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പൊ അവരുള്ളത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോ എല്ലാ അർത്ഥത്തിലും അണ്ടിപോയ അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ ശിവൻകുട്ടിയും മറ്റേ വീണ ജോർജും MP രാജേഷും P രാജീവും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇരിക്കേണ്ടി വരും. ഇനി അതിനേക്കാളൊക്കെ ഒരു കോമഡി എന്ന് പറയുന്നത്, ഇവരുടെ ഒരു സംസ്ഥാന കൺവീനർ ഉണ്ടായിരുന്നു, LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ. വിദ്വാനിപ്പോ കാണാനേ ഇല്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്ര സ്റ്റാൻഡില് ഒരു കുറ്റി അടിച്ച് അങ്ങോട്ട് കെട്ടി. കുറ്റി അടിച്ചിട്ടില്ല, മാറിപ്പോയി. ആ മറ്റേ ഹൈമാസ്ക് ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റിന്റെ തൂണിൽ അങ്ങോട്ട് കെട്ടിയിട്ടതാ. ആ കെട്ടിയിടല് ഇപ്പോ എവിടെയാണ് എന്നുള്ളത് പോലും ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന കൃമികീടങ്ങളുടെ ഒരു വലിയ വ്യാജങ്ങളുടെ ഒരു പ്രവാഹമുണ്ട്, ഒരു പ്രളയം എന്നൊക്കെ പറയാൻ പറ്റുന്നത്. പ്രളയം എന്ന് കരുതുമ്പോൾ നിങ്ങൾ കരുതണ്ട ഈ പറയുന്ന വെള്ളം മാത്രമാണെന്ന്. ഇത് വ്യാജങ്ങളുടെ പ്രളയമാണ്. അപ്പോ മുണ്ടക്കയില് ദുരന്തമുണ്ടായില്ലേ, ഒരൊറ്റ വരുത്ത് വിതിൻ സെക്കൻഡ് കൊണ്ടാണ് എല്ലാം തകിടം മറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരിശ് ഭൂമി പോലെ ആയിപ്പോയി.
വീടുകളില്ല, കൃഷിയിടങ്ങളില്ല, പള്ളിയില്ല, അമ്പലമില്ല, എല്ലാം തുടച്ചു നീക്കപ്പെട്ടു അല്ലെ. അപ്പോ അതുപോലെ ഈ തരിശു ഭൂമി ആക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മഹാപ്രളയം പോലെ ഈ വ്യാജങ്ങളുടെ ഒരു പ്രവാഹമുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഓൺ ദ സ്പോട്ടില് എന്താക്കണം, തകർത്തെറിയണം. ആ വരുന്ന വഴിയുണ്ടല്ലോ അത് ഡൈവേർട്ട് ചെയ്ത് വിടണം. അപ്പൊ അവിടെ ഈ കെ മുരളീധരനെ പോലെയുള്ള ആളുകളെ അവർക്ക് എന്താക്കണം, അതിന്റെ ഒരു ചുമതല നൽകണം വളരെ കൃത്യമായിട്ട്. അങ്ങനെ ചുമതല നൽകിയിട്ട് അവരെ ഈ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോ എന്താ ചെയ്യാ, ഞാൻ ഈ റഹീമൊക്കെ ഇതൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുക. ഇപ്പൊ ഇന്നലെ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് റഹീം എല്ലാത്തിന്റെയും തന്തയാവുകയാണല്ലോ. ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ നമ്മൾ സവർക്കർ കാല് നക്കി, സവർക്കർ ഷൂ നക്കി, സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈ സഖാക്കള് സ്വതന്ത്ര സമര കാലത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇന്നലെ ഇപ്പൊ നിങ്ങളൊരു ദൃശ്യം കണ്ടുണ്ടാകും. ഈ സ്വാതന്ത്ര്യ സമര ആഘോഷവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥി ചില പേരുകൾ ഇങ്ങനെ വായിച്ചിട്ട് ഇവരൊക്കെയാണ് നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുമ്പോ അടുത്തു നിന്ന ഒരു കൃമികീടം പറഞ്ഞു കൊടുക്കുക, EMS-ഉം AKG ഒക്കെ ഉണ്ട് എന്നും കൂടി പറയുന്നത്. EMS-ഉം AKG ഒക്കെ ഉണ്ടായിട്ടുണ്ടാ ഈ സ്വാതന്ത്ര്യ സമരത്തില്? സഖാക്കൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇവരുടെ റോള്? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഒരു സിനിമ എടുത്തു നോക്കി നിങ്ങള്. ആ സിനിമയില് നായകനുണ്ടാകും, നായികയുണ്ടാകും, നായകന്റെ കൂടെ സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ സിനിമയിൽ തന്നെ എന്തുണ്ടാകും, വില്ലനും ഉണ്ടാകും അല്ലേ. അത് പറഞ്ഞ പോലെയാണ് ഈ സ്വതന്ത്ര സമര പോരാട്ടത്തില് സഖാക്കളുടെ റോൾ എന്താ? സഖാക്കളുടെ റോള് ഈ VD സവർക്കറെ പോലെയുള്ള ആളുകളെ പിന്തുണക്കുന്ന റോളായിരുന്നു. എന്ന് പറഞ്ഞാൽ വില്ലന്റെ കൂടെ ഉണ്ടായ ആളുകളുണ്ടല്ലോ, അതാണ് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. വില്ലന്റെ കൂടെയായിരുന്നു ഇവര്, മനസ്സിലായില്ലേ? അതാണ് ഈ സഖാക്കളുടെ ഒരു രീതി. ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോ ഈ സ്വാതന്ത്ര്യ സമരത്തില് ഒരു രീതിയിലുമില്ല പങ്കുമില്ലാത്ത സഖാക്കള് എല്ലാത്തിന്റെയും തന്തയാകുക. ഇത് ഇവറ്റകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ മോന്തായം വളഞ്ഞ കൗക്കോല് വളയും എന്ന് പറഞ്ഞു കേട്ടില്ല നിങ്ങള്? അതുപോലെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തുകൊണ്ടിരുന്നേ? നമ്മുടെയൊക്കെ തന്തയാവാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് തന്ത. ഇതായിരുന്നല്ലോ പിണറായി വിജയന്റെ ലൈന്. അപ്പൊ പിണറായി വിജയൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇപ്പൊ കൃമികീടങ്ങളാ പറയണേ, ഞങ്ങളാണ് തന്ത. ആലോചിക്കണം. അപ്പോ ആ കൃമികീടങ്ങള് എല്ലാത്തിന്റെയും തന്തയാകാൻ ശ്രമിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഓൺ ദ സ്പോട്ടില് അതങ്ങോട്ട് കൊടുത്ത് അണ്ണാക്കിൽ പൊട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതന്നെ സംഭവം. അത് കൊടുക്കാന് ഈ പറയുന്ന ക്യാമ്പിനെ പോലെയുള്ള ആളുകളെ ഈ ഒരു പ്രത്യേക ചുമതല അവർക്ക് കൊടുത്തിട്ട് അവർക്ക് അതിനു വേണ്ടി കൂടി ഒരു സമയം കണ്ടെത്താൻ അവരോട് ആവശ്യപ്പെടണം. അപ്പൊ അവര് പറയുന്നുണ്ട്, അവര് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടി ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണമെന്നുള്ള ഒരു എന്താ പറയേണ്ടത്, ഒരു ഓർമ്മപ്പെടുത്തൽ ഇവരോടൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ഡബിളേനെ പോലെയുള്ള ആളുകൾ മാത്രമല്ലല്ലോ, ഡബിളേന്റെ സന്തത സഹചാരികളും അവരുടെ ബുദ്ധിജീവികളും അവരുടെ ആസ്ഥാന ബുദ്ധിജീവികളും ഒക്കെ ഈ വ്യാജങ്ങളുടെ പിന്നാലെയാണിപ്പോ. എന്തിന്? ഈ തമ്പ്രാനടക്കം വാർത്താ സമ്മേളനം നടത്തി പച്ച നുണ അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അത്തരം നുണകളെ പൊളിച്ചെടുക്കണം. കാരണം ഈ നുണകള് എപ്പോഴും വലിയ രീതിയിൽ പ്രചാരമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ അധികകാലം അങ്ങനെ ആയുസ് കൊടുക്കരുത്, അല്പായുസായിട്ട് അതിനെ അവിടെ തീർക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വ്യാജങ്ങളെ പൊളിച്ചെടുക്കാൻ അതിന് എന്താ പറയേണ്ടത്, വെറും ഡാറ്റകൾ മാത്രം പോരാ. കുറച്ച് ഒരു അഗ്രസീവായിട്ട്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്നുകൂടി എന്താ പറയേണ്ടത്, സർക്കാസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ കൂടി വേണം. അപ്പൊ അത് രണ്ടും വേണം. അതുകൊണ്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഈ KM-ന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു KM-നെ കണ്ടുപഠിക്കണമെന്ന്.
അത് ആവശ്യമുള്ളതാ. അത് പല ഘട്ടങ്ങളിലും ഈ പറയുന്ന ഒരു കസേരയിൽ ഇരിക്കുന്നു, ആ കസേരയോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര മാന്യത, ഭയങ്കര മര്യാദ, അങ്ങനെ ആയാൽ ശരിയാവില്ല. ഇതൊക്കെ വേണം, ബഹുമാനം വേണം, മര്യാദ വേണം, മാന്യത വേണം, ഒക്കെ വേണം. പക്ഷേ എന്നാൽ അണ്ണാക്കിൽ പൊട്ടിക്കേണ്ടടുത്ത് അണ്ണാക്ക് തന്നെ പൊട്ടിക്കണം, ആസനത്തിൽ പൊട്ടിക്കേണ്ടടുത്ത് ആസനത്തിൽ തന്നെ പൊട്ടിക്കണം. മനസ്സിലായില്ലേ? അവിടെ ഈ പറയുന്ന പോട്ടെ 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 അങ്ങനത്തെ ഏർപ്പാട് അത് ശരിയാവില്ല. പൊട്ടിക്കേണ്ടത് ഓൺ ദ സ്പോട്ടിൽ പൊട്ടിച്ച് അണ്ണാക്കിൽ തള്ളിക്കൊടുക്കണം എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തില് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഭയങ്കര എന്താ പറയേണ്ടത്, എഫക്റ്റീവായിട്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ പറയുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജങ്ങളെ പൊളിച്ചെടുക്കാനുള്ള പണി കൂടി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.